തിരക്കാണ് ഗൈസ്. മായന്നൂർ പാലം നിറഞ്ഞിരിക്കുകയാണ്. വണ്ടി നിർത്താനും കൂടി സ്ഥലമില്ല. ഇറങ്ങി വരുന്നതാണ് എൻ്റെ കുളിർമേഖല സാധനം കിട്ടണം, അല്ലാതെ നമ്മൾ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു സൺഡേ കൂടി വന്നെത്തി. അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി പരിപാടിയൊക്കെ ഉണ്ട്. എന്നത്തെയും പോലെ ചായ കൂടിയും ചിക്കൻ മേടിക്കലൊന്നുമല്ല, അപ്പോൾ വേറെ കുറച്ച് സെറ്റ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒന്ന് ചായ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതാ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മൈൻഡ് മാറി. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണത്തിന്റെ സെയിലൊക്കെ വരാൻ പോണ്. ഓണത്തിന് ഒരു 2 ഷർട്ട് തൂക്കാനുള്ള പരിപാടി അവിടെ കിട്ടുമോ നോക്കട്ടെ പോയിട്ട്. കാലി കവറാ നമ്മള് മേടിക്കും. അവിടെ ഇതിനുണ്ടല്ലോ, കളക്ഷൻ ഉണ്ടല്ലോ, കിട്ടുന്ന സാധനം ഉണ്ട്. മുണ്ടിൻ്റെ ഒപ്പം കിടാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ചെറിയ വർക്കൊക്കെ വരണുണ്ടാവോ? രസമുണ്ട്. മുണ്ടിൻ്റെ ഒപ്പം സെറ്റാ. ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അടുത്തൊരു കടയിൽ കൂടി പോയി നോക്കട്ടെ. പിന്നെ അത് അവിടെ നോക്കുമ്പോൾ സാൻഡോ ജിമ്മുണ്ട് പത്തിരിപ്പാലയത്തെ. അന്ന് നവീകരിച്ചിട്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒരു കട വരുന്നുണ്ട്. നല്ല ബിരിയാണിയൊക്കെ ഉണ്ട്, വെറൈറ്റി ബിരിയാണീസ്. ഇപ്പോൾ കട ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പോകും. നമ്മൾ ചെനക്കത്തൂർ കാവിൻ്റെ അവിടെ എത്തി. തൊഴുകാൻ വേണ്ടി വന്നല്ല, ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പരിപാടി കണ്ടു. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ടാണ്. ഗണേശോത്സവം 29-ാം തീയതിയാണ് ഒറ്റപ്പാലം ഏരിയയിൽ. ഞങ്ങൾ ഒറ്റപ്പാലത്തിൻ്റെ ഈസ്റ്റ് ഒറ്റപ്പാലം അല്ലെങ്കിൽ ഈറ്റ് ഒറ്റപ്പാലത്തെത്തി. ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ. ഓണത്തിൻ്റെ പരിപാടിയാണ്. ചൈനീസ് കോളർ മാത്രമേ ഉള്ളൂ അവിടെ. ഇത് രസം ഈ സാധനം നോക്കി. ഞാൻ അതേപോലെ ഇങ്ങനെ നിന്നാലോ, ഇവിടെ നിന്നാലോ. അപ്പോൾ ഇവർ തന്നെ ബാക്കിൽ വേറൊരു കട ഉണ്ട്, അവിടെ 50% ഓഫ് ഉണ്ട് പറഞ്ഞു. ഓണായിട്ട് ഇതാ കടകൾ കയറി ഇറങ്ങി തന്നെ പണിയും. ഇട്ടില്ല, ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരും വിചാരിച്ചു. കറക്റ്റാ വലുതാ. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. അടിപൊളിയായില്ലേ ഇത് കാണാൻ? ലൈറ്റ് എന്തൊക്കെ വരുമ്പോൾ സെറ്റല്ലേ? ഞങ്ങളങ്ങനെ ഒറ്റപ്പാലത്തിൻ്റെ മുഖമുദ്രയായ ഗാന്ധിജിയുടെ അടുത്തെത്തിയില്ല. ഷോപ്പിംഗ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇതുവരെയായിട്ട് ഒന്നും മേടിച്ചിട്ടില്ല. ഇനി ഇതാ മെൻസ് ഗാലറി പോയി നോക്കട്ടെ. കാരണം എന്തെങ്കിലും ഒരു കവറ് സഞ്ചി നിറച്ചും ഡ്രസ്സായിട്ട് നീ ഇറങ്ങി വരുന്നതാണ് എൻ്റെ കുളിർമേഖല സാധനം കിട്ടണം, അല്ലാതെ നമ്മൾ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. അത് ശരിയാ. പക്ഷെ ഓണം കൊണ്ടുപോകാനുള്ള കളക്ഷൻസ് ഒക്കെ കടയിൽ ഉണ്ടായിരുന്നു. നല്ല കളറ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. മുണ്ടിൻ്റെ ഒപ്പം പാൻറ്റിൻ്റെ ഒപ്പം കിടാൻ പറ്റും. ഓണം കൊണ്ടുപോകും. സ്പോട്ടിക്ക് പോകണ മായന്നൂർ പാലം. അതാ ഡ്രസ്സ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഡ്രസ്സ്. ഞങ്ങളെ കാത്ത് 2 VIP കാത്തിക്കുന്നുണ്ട് മായന്നൂർ പാലത്തിൻ്റെ അവിടെ. ഞാൻ അവിടെ വെച്ച് കാണാം. ഇതാണ് ആ ഒരു VIP, പക്ഷേ ഇരട്ടാണ് പുള്ളി. രണ്ടാമത് VIP ഫ്രം കൊച്ചി അല്ലേ? ഫ്രം കൊച്ചി. വാഴ വെച്ചിട്ട് വാഴയ്ക്ക ബജ്ജിയുണ്ട്. നമുക്ക് കട്ട്ലൈറ്റ്, നമുക്ക് വല്ല കട്ട്ലൈറ്റോ അങ്ങനെ തന്നെ സാൻഡ്വിച്ചോ. എങ്ങനെയുണ്ട് ബോണ്ട? എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് ബോണ്ടയ്ക്ക് മാറി പഴം പരിയിൽ നിന്ന്? ജിമ്മ് മസിലൊക്കെ കയറാനും പൈസൊക്കെ അല്ലല്ല, ജിമ്മിലേ പോണില്ല, വെറുതെ പൈസ ഒരാഴ്ച പോയിട്ട്. എടാ അവൻ കൊച്ചി പോയില്ല, ഇനി എന്താ? ഇനി അവിടുത്തെ ജിമ്മ് കയറും. അങ്ങനെ കാപ്പി കിട്ടി, പഴംപരി വാങ്ങും. ഇതൊക്കെ ഫുള്ള് തിരക്കാണ് ഗൈസ്. മായന്നൂർ പാലം നിറഞ്ഞിരിക്കുകയാണ്. വണ്ടി നിർത്താനും കൂടി സ്ഥലമില്ല. അങ്ങനെ സമയം പോയി ലാസ്റ്റ് 9 മണിയായി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഫാസ്റ്റ് ഫാസിനെ നേരെ കാണില്ല. ഷോപ്പിൻ്റെ അടുത്ത് തുടങ്ങിയ കടയിൽ ഞങ്ങൾ നേരത്തെ പോയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു ആംബിയൻസ് ഉണ്ട്, ലൈറ്റിംഗ് ഒക്കെ പക്കയുണ്ട്. ഞങ്ങളുടെ വണ്ടീനെ പിടിക്കാൻ പറ്റിയില്ല. ഈ സ്പ്ലെൻഡറിന് ടർഫിക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. വീഡിയോ അജിക്കൂട്ടന് സ്പെഷ്യലായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ്. ശരി എന്നാ പോലെ വീട്ടിൽ പോവാ. ഹൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇനി ഓണപ്പരിപാടിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്.
ഒന്നും പറയാ. ഓണത്തിന്റെ എന്തെങ്കിലും ഇല്ലല്ല പരിപാടിയൊന്നുമില്ല. ഇല്ലല്ല. അപ്പൊ ബൈ ഗൈസ്, ഹാപ്പി ഓണം.